നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഉപയോഗിക്കുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും അത് നമുക്ക് ഉപയോഗിക്കാൻ എങ്ങനെ പാകപ്പെടുത്തി എടുക്കാം എന്നുള്ളതും ആട്ടോ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ സീസൺ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന ബട്ടർഫ്ലൈയുടെ ഒരു തവയാട്ടോ. ഇതിന് ഫ്രൈ പാനും കടായി ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ കൂടി ഇന്ന് എനിക്ക് ആവശ്യമുള്ള തവ ആയതുകൊണ്ട് അതിൻ്റെ തന്നെ എടുത്ത് വീഡിയോ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക്. അപ്പോൾ ആദ്യം നമ്മൾ ഈ വാങ്ങിയ തവ ആദ്യമായിട്ട് ഒന്ന് കൊണ്ടുവന്ന് നല്ല രീതിയിൽ കഴുകുക. നമ്മൾ പാക്കറ്റ് പൊട്ടിച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി എടുക്കണം. പിന്നെ കഴുകുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുള്ളൊരു കാര്യം, മൈൽഡായിട്ടുള്ള ലിക്വിഡ് വാഷ് മാത്രമേ ഉപയോഗിക്കാവൂ. എന്നിട്ട് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഒരു കാരണവശാലും നമ്മൾ യൂസ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഒന്നെങ്കിൽ ഈ സ്പോഞ്ച് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രബ്ബർ, ഇത് രണ്ടും മാത്രമേ എടുക്കാവൂ. അപ്പം അതിൻ്റെ ഫ്രണ്ടും ബാക്കും അതിൻ്റെ ഹാൻഡിലും എല്ലാം നല്ല രീതിയിലൊന്ന് കഴുകി എടുത്തതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് ജസ്റ്റ് പാത്രം ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ പാത്രം ചൂടായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ കയ്യിലുള്ള വെളിച്ചെണ്ണ കുറച്ച് അതിനകത്തോട്ട് തൂക്കി കൊടുത്തതിന് ശേഷം, എൻ്റെ കയ്യിലിപ്പം ബ്രഷ് ഇല്ലായിരുന്നു, ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ച് അതിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറിയൊരു സ്മോക്ക് നമുക്കതിൽ കാണാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഒരു കെമിക്കലിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക്കൊക്കെ കരിയുന്നയോ അങ്ങനത്തെ ഒരു സ്മെല്ലും കൂടി ഇതിൽ നിന്ന് പുറത്ത് വരുന്നുണ്ട്. അപ്പം ചെറിയ രീതിയിൽ സ്മോക്ക് വന്നാൽ പോരാ, നല്ല രീതിയിൽ സ്മോക്ക് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. നല്ല രീതിയിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് ഒരു കാരണവശാലും നമ്മൾ അത് ഗ്യാസിൽ തന്നെ വെച്ചിരിക്കാതെ എടുത്ത് പുറത്ത് മാറ്റി വയ്ക്കണം. എന്നിട്ട് ഈ പാത്രം നല്ലതുപോലെ തണുക്കാൻ അനുവദിക്കണം. നമ്മൾ ഒരു കാരണവശാലും നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രം ചൂടോട് കൊണ്ടുപോയി കഴുകാൻ നിൽക്കരുത്. നമ്മൾ കുക്ക് ചെയ്ത ഉടനെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ കഴുകുകയേ ചെയ്യരുത്. അതിൻ്റെ കോട്ടിങ് നശിച്ച് ആ പാത്രം ഇല്ലാതായി പോവാൻ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാരണം. അപ്പം നമ്മൾ എന്ത് സാധനം കുക്ക് ചെയ്താലും അതിനകത്തുനിന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടാണെങ്കിലും ആ സെറ്റ് ഒന്ന് തണുക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം മാത്രമേ ഇത് കൊണ്ടുപോയി കഴുകാവൂ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നല്ല രീതിയിൽ തണുത്തതിന് ശേഷമാണ് ഞാൻ കൊണ്ടുവന്ന് കഴുകിയത്. കഴുകുമ്പോൾ നമുക്കതിൽ കാണാം ചെറിയൊരു കറുത്ത പൊടിയോ അങ്ങനെയൊക്കെ പോകുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ വാങ്ങിച്ച് ജസ്റ്റ് കഴുകിയിട്ട് കൊണ്ടുപോയി കുക്ക് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഇങ്ങനൊന്ന് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളതിൽ കുക്ക് ചെയ്യാവൂ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അതിൻ്റെ സീസൺ ചെയ്തതിന് ശേഷം ഇതിനകത്ത് കുക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ടെമ്പറേച്ചർ കറക്റ്റാണോ നോക്കണം. ജസ്റ്റ് ഇത് കണക്ക് ടെമ്പറേച്ചർ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്താണെങ്കിലും അതിനകത്തോട്ട് ഒഴിക്കാവൂ. നമ്മളിപ്പോൾ ഇവിടെ ദോശ ചുടുന്നതുകൊണ്ടാണ് ഞാൻ ദോശയുടെ മാവ് ഒഴിക്കുന്നത്. ഫ്രൈ ചെയ്യാനാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ആ ടെമ്പറേച്ചർ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വേണം നോക്കാൻ. പിന്നെ ശ്രദ്ധിക്കേണ്ടുള്ള പ്രധാന കാരണം, നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പം അതിന് നമ്മൾ വുഡൻ സ്പൂണുകളും സ്പാച്ചുലകളും മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നമ്മളെ പാത്രം ഒരുപാട് കാലം നീണ്ടിരിക്കും. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.